ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. UGC നെറ്റ് എക്സാമിന്റെ പേപ്പർ 1 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കിലെ കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാര്യം എല്ലാ എക്സാമിനും ഉറപ്പായും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഡിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കോഡിംഗ് പലതരത്തിലുണ്ട്. ആൽഫബറ്റിക്കൽ കോഡിംഗ് ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്, ഇനി ഇത് രണ്ടും കൂടി ചേർന്ന് ആൽഫ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് കോഡിംഗ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കോഡിംഗ് നമുക്ക് കാണാറുണ്ട്. അപ്പം ആൽഫബറ്റിക്കൽ കോഡിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫബറ്റിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ വേർഡ്സ്, ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രേസസ് എല്ലാം വരുന്ന തരത്തിലുള്ള മൊത്തത്തിൽ ആൽഫബറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡിങ്ങിനെയാണ് നമ്മൾ ആൽഫബറ്റിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആൽഫബറ്റിക്കൽ കോഡിംഗ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന്. അതുപോലെ തന്നെ കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. കാര്യം ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഓരോ കോഡിനും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ആൽഫബറ്റിക്കൽ കോഡിംഗിൽ വരുന്ന പലതരത്തിലുള്ള പാറ്റേൺസ്, അതിൽ ഏതൊക്കെ ടൈപ്പ് പാറ്റേൺസ് ആണ് വരുന്നത് അല്ലെങ്കിൽ ആ പാറ്റേൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആൽഫബറ്റിക്കൽ കോഡിംഗ് പാറ്റേൺസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ആൽഫബറ്റിക്കൽ കോഡിങ്ങിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് ഒരു വേർഡിലെയോ അല്ലെങ്കിൽ ഒരു ഫ്രേസിലെയോ ഒരു ലെറ്റർ അല്ലെങ്കിൽ എല്ലാ ലെറ്റേഴ്സിനും മറ്റേതെങ്കിലും ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ആൽഫബറ്റിക്കൽ കോഡിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആൽഫബറ്റ്സ് ആണ് ആക്ച്വലി ഈ ഒരു ആൽഫബറ്റിക്കൽ കോഡിൻ്റെ ബേസ്. അതായത് ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിലെ ഓരോ ആൽഫബറ്റിനെയും റീപ്ലേസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ഏതെങ്കിലും ഒരു പാറ്റേണിൽ വരുന്ന മറ്റേതെങ്കിലും ഒരു ആൽഫബറ്റ് ഉണ്ടാവും. ആ ആൽഫബറ്റ് നമ്മൾ കണ്ടെത്തി ആ ആൽഫബറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴാണ്, അതായത് ഫസ്റ്റത്തെ ആൽഫബറ്റിനെ ഈ പുതിയതായിട്ട് കണ്ടുപിടിച്ച ആൽഫബറ്റ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൽഫബറ്റിക്കൽ കോഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം റീപ്ലേസിങ് ഈച്ച് ലെറ്റർ ഇൻ എ വേർഡ് ഓർ ഫ്രേസ് വിത്ത് അനദർ ലെറ്റർ അക്കോർഡിംഗ് ടു എ ഫിക്സഡ് റൂൾ ഓർ പാറ്റേൺ. അപ്പം ഏതെങ്കിലും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റൂള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ വേർഡിലെയോ ഫ്രേസിലെയോ ലെറ്റേഴ്സ് നമ്മൾ വേറെ ലെറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ആൽഫബറ്റിക്കൽ കോഡിങ്ങിൻ്റെ ബേസിക് കാര്യം. ഇനി ഈ ആൽഫബറ്റിക്കൽ കോഡിംഗ് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആൽഫബറ്റിക്കൽ കോഡ് അല്ലെങ്കിൽ ഏതൊക്കെ പാറ്റേൺ ഓഫ് ആൽഫബറ്റിക്കൽ കോഡിംഗ് ഉണ്ടെന്ന് നോക്കാം. സോ അതിൽ ആദ്യത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ ഓരോ ആൽഫബറ്റിൻ്റെയും നെക്സ്റ്റ്, അതായത് നമ്മളുടെ ആൽഫബറ്റിക് ഓർഡറിൽ ആ സീരീസിൽ വരുന്ന ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് ലെറ്റർ സക്സീഡിങ് ആയിട്ടുള്ള ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ക്യാറ്റ് എന്ന് തന്നിട്ടുണ്ട്, ക്യാറ്റിൻ്റെ കോഡ് DBU എന്ന് തന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ നമ്മൾക്ക് തരുന്ന ഡേറ്റ നമ്മൾ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഒരിടത്ത് എഴുതി നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ക്യാറ്റ് എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ CAT എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി, എന്നിട്ട് സിക്ക് തന്നിരിക്കുന്ന കോഡ് ഏതാണ്, D ആണ്, എക്ക് തന്നിരിക്കുന്നത് B ആണ്, ടിക്ക് തന്നിരിക്കുന്നത് U ആണ്. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇത് എഴുതി വെച്ചു. എന്നിട്ട് നോക്കുകയാണ് സിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്താണ്. സി കഴിഞ്ഞിട്ട് വരുന്ന ആൽഫബറ്റാണ് D. അപ്പോൾ എയോ സി കഴിഞ്ഞിട്ട് ക്യാറ്റിൻ്റെ രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ള എ നോക്കുമ്പോൾ എയുടെ കോഡ് എന്താണ്, B ആണ്. അതായത് എ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്ന നെക്സ്റ്റ് ആൽഫബറ്റ് B ആണ്. ടി നോക്കുമ്പോഴോ STU, യെസ് ടി കഴിഞ്ഞിട്ട് വരുന്നത് U ആണ്. അപ്പം ക്യാറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ കോഡ് എന്ന് പറയുന്നത് DBU. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു പാറ്റേൺ കിട്ടി. അതായത് തന്നിരിക്കുന്ന വാക്കുകളിൽ തന്നിരിക്കുന്ന വാക്കിൻ്റെ ഓരോ ലെറ്ററിൻ്റെയും നെക്സ്റ്റ് അല്ലെങ്കിൽ സക്സീഡിങ് ആയിട്ടുള്ള ആൽഫബറ്റാണ് എന്ത്, ഈ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു കോഡിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓരോ ലെറ്ററിൻ്റെയും നെക്സ്റ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത ലെറ്റർ. ഇതാണ് നമ്മളുടെ പാറ്റേൺ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ കണ്ടെത്തി. ഇനി എന്താ ചെയ്യേണ്ടത്, ആ പാറ്റേൺ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്ക് ഏതാ, മൗസ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ മൗസ് എന്ന് പറയുന്ന വാക്ക് നോക്കുമ്പോൾ
എം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വരേണ്ട ലെറ്റർ ഏതാണ്? എൻ. ഒ കഴിഞ്ഞാൽ പി, യു കഴിഞ്ഞാൽ വി, എസ് കഴിഞ്ഞാൽ ടി ആൻഡ് ഇ കഴിഞ്ഞാൽ എഫ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന പാറ്റേൺ അനുസരിച്ച് മൗസ് എന്ന് പറയുന്ന വാക്കിൻ്റെ കോഡ് എന്ന് പറയുന്നത് എൻ പി വി ടി എഫ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ വേർഡ് ക്രെയിൻ ഈസ് കോഡഡ് as DSBOF, ഹൗ ഇസ് ദ വേർഡ് ക്യാറ്റ്ഫിഷ് കോഡഡ്? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രെയിനും DSBOFും പിന്നെ അപ്പുറത്ത് ക്യാറ്റ്ഫിഷ് എന്നും എഴുതുക. എന്നിട്ട് ഓരോ ലെറ്ററും എടുത്ത് നോക്കുക. അപ്പോൾ സി എന്ന് പറയുന്ന ലെറ്ററിന് നമുക്ക് ഓൾറെഡി കോഡ് തന്നിട്ടുണ്ട്, ഡി എന്ന് തന്നിട്ടുണ്ട്. ക്രെയിൻ മൊത്തത്തിലുള്ള കോഡ് നമുക്കറിയാം, CRANE എന്ന് പറയുന്നിടത്ത് DSBOF എന്നുള്ളൊരു കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സി എടുത്തെഴുതി, ഡി എടുത്തെഴുതി, RS AB NO EF. നമ്മൾ ആ ഓരോ ലെറ്റേഴ്സിൻ്റെയും പാറ്റേൺ നോക്കുകയാണ്. സി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്നത് ഡി ആണ്, RS ആണ്, AB ആണ്, NO ആണ്, EF ആണ്. അപ്പോൾ അതേ പാറ്റേണിൽ നമ്മൾ ക്യാറ്റ്ഫിഷ് എന്നുള്ള വേർഡും എഴുതും. അതായത് സിക്ക് ഡി, എക്ക് ബി, ടിക്ക് യു, എഫിന് ജി, ഐന് ജെ, എസിന് ടി ആൻഡ് എച്ചിന് ഐ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേണിൽ കോഡ്സ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോഡിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് ഈ പാറ്റേൺ വെച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്തൊരു പാറ്റേൺ നോക്കാം. ഈ ഒരു പാറ്റേണിൽ നോക്കിയേ, ക്യാറ്റ് എന്ന് പറയുന്ന വേർഡ് BZS എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം CAT എടുത്ത് എഴുതി, BZS എഴുതി. അപ്പോൾ നോക്കുമ്പോൾ സിയും ബിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടോ? എയും സെഡും ടിയും എസും ഉണ്ട്. സിയുടെ തൊട്ട് മുൻപത്തെ ലെറ്ററാണ് ബി. അപ്പോൾ എയുടെ മുന്നിൽ വേറെ ലെറ്റർ ഒന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് ഓർക്കണ്ട. അങ്ങനെ തൊട്ട് മുന്നത്തെ ഒരു ലെറ്ററിനെയാണ് മെൻഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് Z ആയിരിക്കും. ഇനി Z കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്ററിനെയാണ് കോഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് A ആയിരിക്കും. അപ്പം സിക്ക് ബി വന്നു, ഇവിടെ എക്ക് Z വന്നു, ടിക്ക് എസ് വന്നു. അപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടി. തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ എല്ലാം തൊട്ട് മുൻപ് വരുന്ന ലെറ്റർ വെച്ചിട്ടുള്ള ഒരു വേർഡ് കിട്ടും. അതാണ് വേർഡല്ല, ആ ഒരു കോഡ് കിട്ടും. അതാണ് നമ്മളുടെ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കോഡിൻ്റെ പാറ്റേൺ എന്ന് നമുക്ക് മനസ്സിലായി. തൊട്ട് മുന്നേ കാണിക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ തൊട്ട് മുന്നേ വരുന്ന ആൽഫബറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ പാറ്റേൺ വെച്ചിട്ട് മൗസ് എന്ന് പറയുന്ന വേർഡിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അപ്പം മൗസ് എടുത്തു. എമ്മിന് തൊട്ട് മുൻപ് വരുന്നത് L, ഒക്ക് മുൻപ് വരുന്നത് N, യുവിന് മുൻപ് T, എസിന് മുമ്പ് R, ഇക്ക് മുൻപ് D. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ടൈപ്പിലെ പാറ്റേണും മനസ്സിലായപ്പോൾ മൗസ് എന്ന് പറയുന്ന വാക്കിന് LNTRD എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചു. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ടൈപ്പ്. ഇനി ഈ ടൈപ്പിലൊരു ചോദ്യം നോക്കാം. ചോദ്യം എങ്ങനെയാണ്: ഇഫ് ദ വേർഡ് പേപ്പർ ഈസ് കോഡഡ് as OZODQ, ഹൗ ഇസ് ദ വേർഡ് പെൻസിൽ കോഡഡ്? അപ്പോൾ നമ്മൾ പേപ്പറിന് എടുത്ത് എഴുതി നോക്കി, PAPER. അതിന് പാരലായിട്ട് അതിൻ്റെ കോഡ് എഴുതി നോക്കുന്നുണ്ട്. OZODQ എന്നാണ്. അപ്പോൾ പിയും ഒയും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അതായത് തൊട്ട് മുൻപത്തെ ലെറ്ററാണ്, OP ആണ്. അപ്പോൾ എയുടെയോ നേരത്തെ പറഞ്ഞു Z ആയിരിക്കും. പിയുടെ വീണ്ടും O ആണ്, ഇയുടെ തൊട്ട് മുൻപ് D ആണ് ആൻഡ് ആറിന് തൊട്ട് മുമ്പുള്ളത് Q ആണ്. അപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടി. തന്നിരിക്കുന്ന വാക്കിലെ ലെറ്റേഴ്സിൻ്റെ തൊട്ട് മുൻപ് വരുന്ന ആൽഫബറ്റ്സ്. ഇതാണ് നമ്മളുടെ പാറ്റേൺ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യാം. അതായത് പെൻസിൽ എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ ഒരു കോഡ് കണ്ടെത്തണം. അതെങ്ങനെയാണ് വരിക? പെൻസിൽ പി നോക്കുമ്പോൾ പിക്ക് തൊട്ട് മുൻപ് വരുന്നത് O ആണ്, ഇ എന്ന് പറയുന്ന ലെറ്ററിന് മുൻപ് വരുന്നത് D ആണ്, എന്നിന് മുൻപ് വരുന്നത് M, സിയുടേത് B ആണ്, IH, എല്ലിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ആൽഫബറ്റ് K ആണ്. നമ്മളുടെ ആൻസർ ODMBHK എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പാറ്റേൺ. ഇനി നമുക്ക് മൂന്നാമത്തെ പാറ്റേൺ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ക്യാറ്റിന് EDX എന്ന് പറയുന്നൊരു കോഡാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വേർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ CAT എന്നെടുത്ത് എഴുതി, EDX എന്നെടുത്ത് പാരലലി എഴുതി. ഇനി സി കഴിഞ്ഞിട്ട് ഇ വരുമോ? ഇല്ല. സിക്ക് തൊട്ട് മുൻപാണോ ഇ വരുന്നത്? അല്ല. അപ്പോൾ സിയും ഇയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ സിയുടെയും ഇയുടെയും ഇടയിൽ
ഡി എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്. അതാണ് ആകെയുള്ള ഒരു ക്ലൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എയും ഡിയുമാണ്. എയും ഡിയും നോക്കുമ്പോൾ എൻ്റെയും ഡിയുടെയും ഇടയിൽ ബി സി എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ അതേ ഒരു പാറ്റേണിൽ ആയിരിക്കില്ല ചിലപ്പോൾ ഇത് വരുന്നതെന്ന് നമുക്ക് തോന്നും. അടുത്ത ടി എടുത്ത് നോക്കാം. ടി കഴിഞ്ഞിട്ട് യു വി ഡബ്ല്യു. അപ്പം 3 ലെറ്റേഴ്സ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാറ്റേൺ മനസ്സിലായി. അതായത് ആദ്യത്തെ ലെറ്റർ കഴിഞ്ഞിട്ട് എന്താണ് ലെറ്ററിൻ്റെ കോഡ് എന്ന് പറയുന്നത്, ആ ലെറ്റർ കഴിഞ്ഞിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ആ ലെറ്റർ കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞ് വരുന്ന, അതിൻ്റെ ഇടയിൽ ഒരു ലെറ്റർ വേണം. അതായത് ഒന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതായി വരുന്ന ലെറ്റർ, അതാണ് നമ്മളുടെ ആദ്യത്തെ ലെറ്ററിൻ്റെ കോഡെന്ന് പറയുന്നത്. രണ്ടാമത്തെ ആണെങ്കിലോ 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്യുന്നു. മൂന്നാമത്തേലാണെങ്കിൽ 3 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൗസിനെ ഒന്ന് ഡീകോഡ് ചെയ്തെടുത്ത് നോക്കാം. അപ്പം മൗസിൽ എം എടുക്കുക. എം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്യണം, എൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ഒ. അപ്പോൾ എമ്മിൻ്റെ കോഡെന്ന് പറയുന്നത് ഒ. ഇനി ഒ കഴിഞ്ഞിട്ട് 2 ലെറ്റേഴ്സാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ഒ പി ക്യു എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തു, ആർ. അപ്പോൾ ഓടെ കോഡെന്ന് പറയുന്നത് ആറാണ്. യു കഴിഞ്ഞിട്ട് 3 സ്കിപ്പ് ചെയ്യണം, വി ഡബ്ല്യു എക്സ്. എക്സ് കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ വൈ. ഇനി എസ് കഴിഞ്ഞിട്ട് 4, ടി യു വി ഡബ്ല്യു. അങ്ങനെ 4 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ എടുത്തു. ആൻഡ് ഇ കഴിഞ്ഞിട്ട് 5 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്യണം, എഫ് ജി എച്ച് ഐ ജെ. ഇങ്ങനെ 5 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കെ കിട്ടിയത്. അപ്പോൾ നമ്മളുടെ മൗസിൻ്റെ കോഡെന്ന് പറയുന്നത് ഒ ആർ വൈ എക്സ് കെ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ആപ്പിൾ ഈസ് റിട്ടൺ as DSSOH. ഹൗ ഇസ് ഗ്രേപ്പ് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആപ്പിളിന് DSSOH എന്ന് ഉള്ളൊരു കോഡിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രേപ്പിനെ എങ്ങനെയാണ് ഏത് വാക്കായിട്ടാണ് ഈ ഒരു ലാംഗ്വേജിൽ, ഈ ഒരു കോഡ് ലാംഗ്വേജിൽ എഴുതാമെന്നാണ് ചോദ്യം. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മൂന്നാമത്തെ ടൈപ്പിൽ എന്താണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പിളിന് നമ്മൾ ആദ്യം എഴുതി വെച്ചു. എന്നിട്ട് അതിൻ്റെ പാരലലായിട്ട് DSSOH എന്ന് പറയുന്ന ഒരു നമ്മൾക്ക് തന്നിരിക്കുന്ന കോഡ് എഴുതി. ഇനി അത് തമ്മിലുള്ള ഒരു ബന്ധം നോക്കണം. ആദ്യം എയും ഡിയും തമ്മിലുള്ള ബന്ധം നോക്കാം. എ കഴിഞ്ഞ് BCD. ഓക്കെ, ഇടയിൽ 2 ലെറ്റേഴ്സ് ഉണ്ട്. പി കഴിഞ്ഞിട്ട് എസ്, പി കഴിഞ്ഞിട്ട് QRS. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ പാറ്റേൺ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി അടുത്ത പിയുടെ വീണ്ടും നമുക്ക് എസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് 2 ലെറ്റേഴ്സ് വീണ്ടും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എൽ കഴിഞ്ഞ MNO 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തു. ഇ കഴിഞ്ഞ എഫ് ജി ദെൻ എച്ച്, അവിടെയും 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന കോഡ് ലാംഗ്വേജിൽ ആപ്പിളിന് DSSOH എന്ന് എഴുതണമെങ്കിൽ ഓരോ ലെറ്ററും കഴിഞ്ഞിട്ട് ഉള്ള ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന 2 ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ലെറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് നോക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് അതിന് ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു വാക്കായിരിക്കും അതിൻ്റെ കോഡായിട്ട് തരിക. എന്നിട്ട് മൂന്നാമതൊരു വാക്ക് തന്നിട്ട് പറയും അതിൻ്റെ കോഡ് കണ്ടെത്താൻ പറയും. ഇവിടെ മിക്കതും നിങ്ങൾക്ക് ആ ഒരു വാക്ക് എഴുതി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കോഡ് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടണം എന്നില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ പൊതുവെ ഈ തന്നിരിക്കുന്ന, അതായത് നമ്മൾക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഗിവൺ ഇൻഫർമേഷൻ ഉണ്ടാവില്ലേ, 2 വാക്കുകൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൽ കാണുന്ന ചാർട്ടും ബാത്തും ഒരു ബെയ്ത്തും. ഓക്കെ, ഈ 2 വാക്കുകൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള 2 വാക്കുകളാണ്. അപ്പോൾ ഈ 2 വാക്കുകളെയും റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ 2 വാക്കുകളുടെ ഉള്ളിലുള്ള ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ പുതിയൊരു കോഡ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചാർട്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ചാർട്ട് എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമ്മൾക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഹാറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ചാർട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ ഈ BATHE എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചാർട്ടിൽ H ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്. എന്നിട്ട് ഓരോ ലെറ്ററിനും പാരലലി വരുന്ന ലെറ്റേഴ്സ് എടുത്തിട്ട് നമ്മൾ പുതിയ എന്ത് ചെയ്യാണ്, നമ്മളുടെ തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ ഡീകോഡ് ചെയ്യാണ്.
ഇവിടെ ഓൾറെഡി ചാർട്ടിൽ HAT എന്ന് പറയുന്ന നമ്മൾ കണ്ടെത്തേണ്ട ആ ഒരു വേർഡ് ഉണ്ട്. അപ്പോൾ Hൻ്റെ കോഡ് A ആണ്, Aയുടെ കോഡ് T ആണ്, ആൻഡ് Tയുടെ കോഡ് E ആണ്. അപ്പോൾ നമ്മൾ HAT എന്നതിൻ്റെ കോഡ് ATE എന്നുള്ളത് കണ്ടെത്തുകയാണ്. അപ്പം ഇത്തരത്തിൽ ചില സമയത്ത് ഒരു ബന്ധമില്ലാണ്ട് തരുന്ന ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എളുപ്പം കാണാൻ പറ്റുകയും ചെയ്യും, എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ പാറ്റേൺ എങ്ങനെയെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If the word restroom is coded as SIPSAAT, how is the word rooster coded? അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഈ റെസ്റ്റ് റൂമും SIPE SAAT എന്ന് പറയുന്ന രണ്ട് വാക്കുകളും നമ്മൾ സെപ്പറേറ്റ് എഴുതി വെച്ച് നോക്കി. നമുക്ക് വലിയ കാര്യത്തിലൊന്നും ഒരു പാറ്റേൺ റിക്കറിങ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ ഉടനടി നമ്മൾ നോക്കുകയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, അതായത് റൂസ്റ്റർ എന്ന് പറയുന്ന വാക്ക് ഈ ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഉണ്ട്, റൂസ്റ്റർ എന്ന് പറയുന്ന വാക്ക് റെസ്റ്റ് റൂമിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു വാക്കാണ്. ചില സമയത്ത് നമുക്ക് ഇപ്പം ഈ റെസ്റ്റ് റൂമിൽ ഇല്ലാത്ത വേർഡ്സും ഇല്ലാത്ത ലെറ്റേഴ്സ് അടങ്ങിയ ഒരു വേർഡ് ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. പക്ഷെ നമ്മളുടെ ഓപ്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അതിന് കറക്റ്റായിട്ട് വരുന്ന കോഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആൻസർ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു ലെറ്ററിനെ തന്നെ ഇവർ ജമ്പിൾഡ് ആയിട്ടൊക്കെ ഇടും. അപ്പം അതൊക്കെയാണ് ട്രിക്സ്. അപ്പോൾ നമ്മൾ അതിൽ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന വേർഡ്സ് എടുത്ത് വെച്ചിട്ട്, അതായത് ഓൾറെഡി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു വേർഡ് കണ്ടെത്തുക, ഒരു കോഡ് കണ്ടെത്തുക. എന്നിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടെത്തിയ ആ ഒരു വാക്കിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതായിരിക്കും ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ റൂസ്റ്ററിൻ്റെ എല്ലാ വാക്കും, റൂസ്റ്റർ എന്ന് പറയുന്ന വേർഡിലുള്ള എല്ലാ അക്ഷരങ്ങളും ഓൾറെഡി നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷനിലുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ റൂസ്റ്ററിനെ എന്ത് ചെയ്യാണ്, ഡീകോഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം SAAPEIS ഇങ്ങനെ ഒരു കോഡാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തിയ പാറ്റേൺ വഴി നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി കോഡിങ്ങിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ആ വാല്യൂ തന്നിട്ട് നമുക്ക് കോഡായിട്ട് തന്നിട്ട് നമ്മൾക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പം ഈ ഒരു ആൽഫബറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A1 ആണ്, B2 ആണ്, അങ്ങനെ നമ്മൾ ഈ A to Z വരെയുള്ള ഓരോ ലെറ്ററിൻ്റെയും പൊസിഷൻ നമ്മൾ ഒന്ന് കാണാപ്പാടാക്കൊന്നും വേണ്ട. നമ്മളിപ്പം ഇത്തരത്തിലൊരു ന്യൂമറിക്കൽ വാല്യൂ തന്നിട്ടുള്ള ഒരു കോഡാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തന്നിരിക്കുന്ന വർക്ക് ഷീറ്റിലൊന്ന് എഴുതി വെച്ചാലും മതി. ഇനി ഇതേ സാധനം തന്നെ റിവേഴ്സും വരും. അതായത് സെഡിന് 1 കൊടുക്കും, വൈക്ക് 2 കൊടുക്കും, പിന്നെ A26 ആയിരിക്കും, B25 ആയിരിക്കും. ഞാൻ പൊതുവേ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ A to Z എഴുതും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 1 to 26 അസെൻഡിങ് ഓർഡറിലും തൊട്ടിപ്പുറത്തെ സൈഡിൽ ഡിസെൻഡിങ് ഓർഡറിലും എഴുതും. അപ്പോൾ നമുക്ക് റിവേഴ്സ് നമ്പറും കിട്ടും, പിന്നെ നമ്മളുടെ ഒറിജിനൽ ആൽഫബറ്റിൻ്റെ പൊസിഷനും കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളുടെ ഈ ഒരു ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. സോ പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ട് ക്യാറ്റ് എന്ന് പറയുന്ന വേർഡിന് നമുക്ക് 3120 എന്ന് പറയുന്ന ഒരു കോഡിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹാറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ കോഡാണ് ചോദിക്കുന്നത്. അപ്പം CAT എന്ന് പറയുന്നത് സിയുടെ പൊസിഷൻ, അത് കറക്റ്റ് ലൈക്ക് ആൽഫബറ്റിക് നമ്പറിങ് ആണ്. C3 ആണ്, A1 ആണ്, T20 ആണ്. സോ ഇപ്പുറത്ത് ഹാറ്റ് എങ്ങനെയാണ്, Hൻ്റെ പൊസിഷൻ നോക്കാം, H8 ആണ്. അപ്പം H8 A1 T20. അപ്പോൾ നമ്മുടെ ഹാറ്റിൻ്റെ കോഡെന്ന് പറയുന്നത് എത്രയാണ്, 8120 എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ടുള്ള ഈ ഒരു ആൽഫബറ്റിക്കൽ കോഡിങ് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് കോഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 3154, വാട്ട് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഫോർ ക്വിസ്? ഇതാണ് ചോദ്യം. അപ്പോൾ കോഡിൻ്റെ C എന്ന് പറയുന്നത് 3 ആണ്, O 15 ആണ്, D 4 ആണ്, E 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്
3154 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു കോഡിൻ്റെ എന്താണ് ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്വിസ് എങ്ങനെയാണെന്ന് നോക്കാം. ക്വിസിന് Q17 ആണ്, U21 ആണ്, I9 ആണ്, Z26 ആണ്. അപ്പോൾ നമ്മൾക്ക് ക്വിസ് എന്ന് പറയുന്ന വാക്കിന് കിട്ടേണ്ട ആൻസർ 172196 ആണ്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് കൂടി നോക്കാം. ഇവിടെ റിവേഴ്സ് ആൽഫബറ്റിക്കൽ നമ്പറാണ് അല്ലെങ്കിൽ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്. അപ്പം CAT എന്ന് പറയുന്നതിന് XZG എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ CAT എന്ന് ആദ്യം എടുത്ത് എഴുതി, എന്നിട്ട് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എഴുതി നോക്കുകയാണ് 3120 എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് റിവേഴ്സ് ഓർഡറിലെങ്ങാനും ഈ എക്സ് തേർഡ് പൊസിഷനിലാണോ എന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കത് അങ്ങനെയാണെന്ന് കാണും. Z1 ആണ്, G20 ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ എക്ക് പകരം Z വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. ഒന്നുകിൽ എയുടെ മുൻപ് വരുന്ന ലെറ്റേഴ്സ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള രണ്ട് ലെറ്റേഴ്സും നോക്കണം. അതും ഇതുപോലെ തന്നെ പ്രീവിയസ് ആണോ വരുന്നതെന്ന് ആദ്യം നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ സിയുടെ തൊട്ട് മുൻപ് എക്സ് വരുന്നില്ല, ടിയുടെ തൊട്ട് മുമ്പ് അല്ല ജി വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രീവിയസ് അല്ല. പിന്നെ A1 Z1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഓർഡറിൽ, അതായത് A to Zനെ 1 to 26 എന്ന് പറയുന്ന ഓർഡർ നോക്കുമ്പോൾ A1ഉം ഇനി റിവേഴ്സ് ഓർഡറിൽ നോക്കുമ്പോൾ Z1ഉം ആണ്. അപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സിയും എക്സും നോക്കാം. അപ്പോൾ സിയും തേർഡ് പൊസിഷനാണ്, എക്സും തേർഡ് പൊസിഷനാണ് റിവേഴ്സ് ഓർഡറിൽ. അങ്ങനെ നോക്കുമ്പോൾ ടിയും ജിയും 20th ആയിട്ട് വരും. അതായത് ഫസ്റ്റ് ഓർഡറിൽ ടി എന്ന് പറയുന്നത് 20th ആണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ ജി എന്ന് പറയുന്ന ലെറ്ററാണ് 20th ലെറ്റർ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ പാറ്റേൺ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡീകോഡ് ചെയ്യാൻ തന്നിരിക്കുന്നത് HAT എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ അതിൻ്റെ എച്ചിൻ്റെ വാക്ക് ഏതാണ്? എസ് ആണ് വരിക, 19th ലെറ്റർ അല്ലേ. എ എന്ന് പറയുന്നത് 1 ആണ്, ഒബ്വിയസ്ലി ZI. ടി എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ SZG എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ പാറ്റേണിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹാപ്പി എന്ന് പറയുന്ന വാക്കിന് SZKKB വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്മാർട്ടിന് ആ ഒരു കോഡിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് നമ്മൾ എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഹാപ്പിയും കോഡും നോക്കുന്നു. അപ്പോൾ ഹാപ്പിയുടെ എ ഉണ്ടല്ലേ, ആ വാക്കിൽ എ ഉണ്ട്. എയുടെ അടുത്ത് വരുന്ന അതിന് പാരലായിട്ട് വരുന്ന ലെറ്റർ Z ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ പ്രീവിയസ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ റിവേഴ്സ് ഓർഡറിലുള്ള നമ്പർ ആയിരിക്കും. അപ്പം പ്രീവിയസ് ലെറ്റർ ആയിരിക്കും അല്ലേ. എയുടെ പ്രീവിയസ് ആയിട്ട് വരുന്ന ലെറ്റർ Z ആണ്. അപ്പോൾ നമുക്കതിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന മറ്റൊരു വാക്കും കൂടി ഉണ്ട്, വൈയും ബിയും. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എയുടെ തൊട്ട് മുൻപ് Z വന്ന പോലെ വൈയുടെ തൊട്ട് മുമ്പ് അല്ലല്ലോ ബി വരുന്നത്. ഹാപ്പിയുടെ വൈ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ തൊട്ട് മുമ്പ് വരുന്നതല്ല ബി എന്ന് പറയുന്ന ലെറ്റർ അല്ലേ. അപ്പം മനസ്സിലായി അത് ആ ഒരു പ്രീവിയസ് ലെറ്ററിൻ്റെ കോഡല്ല, പകരം എന്താണ് റിവേഴ്സ് ഓർഡറിലുള്ള കോഡാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്മാർട്ട് എന്ന് എഴുതി എന്നിട്ട് അതിൻ്റെ പൊസിഷൻസ് വെച്ചിട്ട് റിവേഴ്സ് ഓർഡറിൽ അതേ പൊസിഷൻ നമ്പറിൽ വരുന്ന ലെറ്റേഴ്സ് എടുത്ത് എഴുതി. അപ്പം എസ് 19th ആണ്, റിവേഴ്സ് ഓർഡറിൽ 19th ലെറ്റർ എച്ച് ആണ്. M13 ആണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ N ആണ് 13th. എയുടെ ഇത് Z ആണ്, ആറിൻ്റെ I ആണ്, ആൻഡ് ടിയുടെ ലെറ്റർ വരുന്നത് G ആണ്. അപ്പം നമ്മളുടെ ആൻസർ എത്രയാണ്? HNZIG. ഇതാണ് നമ്മളുടെ കോഡ്. ഈ പറഞ്ഞതാണ് ആൽഫബറ്റിക്കൽ കോഡിംഗ്. ഈ ടൈപ്സ് ഓഫ് പാറ്റേൺസ് ആണ് പൊതുവെ ആൽഫബറ്റിക്കൽ കോഡിംഗിൽ വരാറുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സോൾവ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ.